ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചക്കവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ചക്കവരട്ടി ഉണ്ടാക്കി കുപ്പിയിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ അടുത്ത ചക്ക സീസൺ ആവുന്നത് വരെ അത് കേടാവാതെ നിൽക്കും. എന്നാൽ പുറത്ത് കുറേ നാൾ വെച്ചാൽ കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് പഴഞ്ചക്കയാണ്. ഞാൻ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1.5 കിലോ ഉണ്ടാവും. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മധുരം കുറവുള്ള ചക്കയാണെങ്കിൽ ഇതിൽ കൂടുതൽ ശർക്കര എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് കിട്ടിയ ചക്ക നല്ല മധുരമുള്ള ചക്കയാണ്. ശർക്കര ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ഈ ഒരു ഗ്ലാസ് ഏകദേശം 250 ml അളവാണ്. ശർക്കരപ്പാനി റെഡിയാവുന്ന ടൈമിൽ ഞാൻ റെഡിയാക്കി വച്ചിരിക്കുന്ന ചക്കച്ചോളയെല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഉരുക്കി റെഡിയാക്കി വച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ഒഴിക്കാം. തണുക്കാനൊന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ അളവിൽ ചക്ക എടുക്കുമ്പോൾ ശർക്കരപ്പാനി ഉരുക്കുന്ന ടൈമിൽ ഇത്ര തന്നെ വെള്ളം ഒഴിച്ചിരിക്കണം. അല്ലെങ്കിൽ കുക്കറിൽ നിന്ന് ചക്ക വേവുന്ന സമയത്ത് കുക്കറിന്റെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഞാൻ എടുത്ത കുക്കർ കുറച്ച് ചെറുതായി പോയെന്ന്. അതുകൊണ്ട് ഞാൻ ഇത് ഒരു വലിയ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ചക്ക വേവിച്ചെടുക്കാം. ഒരു 3 വിസിലൊക്കെ മതിയാവും വെന്ത് കിട്ടാൻ. 3 വിസിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിലെ ആവിയൊക്കെ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇതാ ചക്കയൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം ഇവ കുറച്ചായി ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പൊ ചക്കയൊക്കെ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഒരു അരഭാഗത്തോളം ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ആദ്യത്തെ ട്രിപ്പ് ചക്ക അരച്ചു കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ചക്കയെല്ലാം മുഴുവനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വരട്ടിയെടുക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ നേരത്തെ ചക്ക തണുക്കാൻ ഉപയോഗിച്ച പാത്രം തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് പാത്രം അടുപ്പിൽ വെച്ച് അടുപ്പ് കത്തിച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നെയ്യ് പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ആവാൻ പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പോൾ നെയ്യെല്ലാം ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച ചക്ക പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചക്കയും നെയ്യും തമ്മിൽ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടി അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് കൈവിടാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവിടാതെ തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ വീണ്ടും 15 മിനിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം അരമണിക്കൂറാണ് ഇപ്പോൾ ആയിട്ടുള്ളത്.
ഇനി അടുത്ത ഒരു 15 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ചക്കവരട്ടി അടുപ്പത്ത് വെച്ച് ടോട്ടൽ ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടാണുള്ളത്. എന്നിട്ട് കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ 1 മണിക്കൂറായിട്ടാണുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കുക. നമ്മൾ എടുക്കുന്ന ചക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ചക്ക വരട്ടി അവസാനം റെഡിയായി വരുന്നത്. കൂടുതൽ ചക്ക എടുത്താൽ കൂടുതൽ ടൈം എടുക്കും. ഇപ്പോൾ ഇതാ ചക്കവരട്ടി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ 1 മണിക്കൂറും 15 മിനിറ്റും ആയിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ടൈം കൂടി ഇളക്കിയാൽ ചക്കവരട്ടി റെഡിയായി കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം ചക്കവരട്ടി ഇതാ പാത്രത്തിൽ നിന്നും ഇളകി വരുന്ന പരുവമായിട്ടുണ്ട്. ഇപ്പോൾ ചക്കവരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയിരിക്കണം ചക്കവരട്ടി അവസാനമായി കിട്ടേണ്ട പരുവം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷവും 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ ചക്കവരട്ടി ഉണ്ടാക്കാനായി ടോട്ടൽ 1.5 മണിക്കൂറാണ് എടുത്തത്. ചക്കയുടെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സമയം എടുത്തത്. ഇതിലിപ്പോൾ ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചേർത്തിരുന്നാൽ ചക്കവരട്ടിയുടെ ഫ്ലേവർ ആകെ മാറും. ഹൽവയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ഒക്കെ ചേർക്കാം. ചക്കവരട്ടി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പ് പറഞ്ഞു തരാം. പണ്ട് ചക്കവരട്ടി ഉണ്ടാക്കി കേടാവാതെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്ന് അറിയോ? അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞു തരാം. ചക്കവരട്ടി ഉണ്ടാക്കി നന്നായി തണുത്തതിന് ശേഷം അതൊരു ഡ്രൈ ആയ കുപ്പിയിലിട്ട് വെക്കില്ലേ നമ്മള്? അതിനുശേഷം ചക്കവരട്ടിക്ക് മുകളിൽ പഞ്ചസാര വിതറിക്കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ ചക്കവരട്ടി കുറേ കാലം കേടാവാതിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.